നിരീശ്വര യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ ദാർശനിക കാപട്യം എന്നത് ആ പേരിൽ തന്നെ നമുക്കത് ബോധ്യമാകുന്നൊരു സംഗതിയാണ്. നാസ്തികർ, യുക്തിവാദികൾ, നിരീശ്വര നിർമ്മതവാദികൾ, നവലിബറൽവാദികൾ, സ്വതന്ത്ര ചിന്തകർ, എക്സ് മുസ്ലിം, അങ്ങനെ തുടങ്ങി പേരുകൾ വ്യത്യസ്തമെങ്കിലും എല്ലാവർക്കും നിർവഹിക്കുവാനുള്ള അജണ്ട അല്ലെങ്കിൽ ദൗത്യം ഒന്നാണ്. അത് മതവിമർശനമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ലോകത്ത് പൊതുവിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും മതവിമർശനമെന്നാൽ അത് ഇസ്ലാം വിമർശനമാണ്. ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും മതദർശനങ്ങളെ ഇത്തരം ആളുകൾ വിമർശിക്കുന്നത് പൊതുവേ ശ്രദ്ധയിൽപ്പെടാറില്ല. അപ്പോൾ അതൊരു അജണ്ടയുടെ ഭാഗമാണ്. എന്നാൽ മനുഷ്യ മനസ്സുകളിൽ നന്മയും നീതിയും സത്യസന്ധതയും ധാർമ്മികതയും നട്ടുവളർത്തുന്ന ദൈവിക മതത്തെ നിരാകരിക്കുകയും നീതിബോധമില്ലാതെ വിമർശിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം സ്വന്തമായി ഒരു ജീവിത ദർശനമോ ആശയവിഭവങ്ങളോ ഇല്ലാത്ത തീർത്തും ശൂന്യതയെ തപ്പിത്തടയുന്ന ഒരു വിഭാഗമാണ് നാസ്തികർ എന്ന് പറയുന്നവർ. അവരുടെ കയ്യിൽ സമൂഹത്തിന് നൽകാൻ നന്മയിലധിഷ്ഠിതമായ യാതൊരു സംഗതിയുമില്ല. എന്നാൽ ഈ നിരാകരണത്തിൻ്റെ, നിഷേധത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എല്ലാ നന്മകളുടെയും ദാതാവായ, എല്ലാ നന്മകളുടെയും സ്രോതസ്സായ പടച്ചതമ്പുരാനെ, സൃഷ്ടാവിനെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, കൈഫ തക്ഫുറുന ബില്ലാഹ് വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, സംരക്ഷകനായ, നിയന്താവായ അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക? എന്താ കാരണം? നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ നിർജീവാവസ്ഥയിലായിരുന്നുവല്ലോ. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിർവഹിക്കാനുണ്ടായിരുന്നുവോ? നിങ്ങൾക്ക് സാധ്യമാകുന്ന വല്ലതും സാധിച്ചിട്ടുണ്ടോ? തീർന്നില്ല. പിന്നെ നിങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ നിങ്ങൾക്ക് സ്വന്തമായി വല്ലതും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജനനത്തിൽ, നിങ്ങളുടെ മരണത്തിൽ, നിങ്ങളുടെ രൂപഭാവങ്ങളിൽ, നിങ്ങളുടെ ശാരീരിക പ്രകൃതിയിൽ അടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടായിരുന്നുവോ? ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഒരു മരണം വരുന്നുണ്ട്. ആ മരണത്തിലും നിങ്ങൾക്കൊന്നും നിർവഹിക്കാനില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പറയാതെ, നിങ്ങൾ ആവശ്യപ്പെടാതെ, നിങ്ങൾ ആഗ്രഹിക്കാതെ, നിങ്ങളുടെ അനുമതി തേടാതെ ആ മരണത്തെ നിങ്ങൾ സ്വീകരിച്ചേ മതിയാവും. എങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നു, അനുഭവിക്കുന്നു, മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നിരിക്കെ തന്നെ ഈ മരണത്തിന് ശേഷം ഇനിയും വരാനിരിക്കുന്ന മറ്റൊരു ജീവിതത്തെ മാത്രം എങ്ങനെ നിഷേധിക്കും, എങ്ങനെ നിരാകരിക്കും? അതിന് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ദൈവീകമായ ആ ഒരു സിദ്ധാന്തത്തെ, ആദർശത്തെ, ജീവിത ദർശനത്തെ നിരാകരിക്കുന്നതിലൂടെ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു സംഗതി, ഇത്തരം ആളുകളുടെ അന്ധവിശ്വാസ ജടിലമായിരിക്കുന്ന സംഗതികൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. സൃഷ്ടാവിനെ നിരാകരിക്കുമ്പോൾ ദൈവത്താൽ അഥവാ സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെടാത്ത, സ്വമേധയ ഉണ്ടായതായി പറയപ്പെടാവുന്ന ഏതെങ്കിലും ഒരു സൃഷ്ടിയെ, ഒരു മണൽത്തരിയെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ ഇക്കാലമത്രയും ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരാണ് ഈ മഹാപ്രപഞ്ചമടക്കം കോടാനുകോടി സൃഷ്ടിജാലങ്ങളെല്ലാം സ്വമേധയ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുക വഴി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ തങ്ങളാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം. ഖുർആൻ്റെ ഒരു പരാമർശമുള്ളത്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. പടച്ചതമ്പുരാൻ നിർവഹിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ആകാശങ്ങളെ, ഉപരിലോകങ്ങളെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു അവലംബവും കൂടാതെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നവൻ, ഈ ഭൂമിയെ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുമാർ ആണികളായി ആഴത്തിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചവൻ, അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ സകലമാന ജീവജാലങ്ങളെയും വ്യാപിപ്പിച്ചവൻ,
നിങ്ങൾക്ക് ഈ ഉപരിലോകത്ത് നിന്ന് അനുഗ്രഹവർഷമായി മഴ നൽകുന്നവൻ, അതിലൂടെ ഈ ഭൂമിയെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞു. എന്നൊരു ചോദ്യം, ഹാദാ ഖൽഖുല്ല, ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഈ പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, പടച്ചവൻ്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അതിനാൽ നിങ്ങൾ കാണിച്ചു തരണം അള്ളാഹു അല്ലാത്തവർ, അഥവാ ഈ സൃഷ്ടാവായിരിക്കുന്ന പടച്ചറബല്ലാത്തവർ സൃഷ്ടിച്ചതായ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരണം എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം കൂടി, അത് മറ്റൊന്നുമല്ല, മറ്റാരെങ്കിലും സൃഷ്ടിച്ചതിനെ കുറിച്ച് മാത്രമല്ല. സ്വമേധയാണ് എല്ലാം ഉണ്ടായത്, എല്ലാം ഉണ്ടാകുന്നത്. പ്രപഞ്ചം അങ്ങനെയാണ്, പ്രകൃതി അങ്ങനെയാണ്, ഈ പ്രപഞ്ചത്തിലെ സകലമായ സംവിധാനങ്ങളും അങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് തെളിയിക്കാൻ സാധിക്കണം. അങ്ങനെ സ്വമേധയാ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഒരു സൃഷ്ടിയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു സൃഷ്ടിയെക്കുറിച്ച്. പലപ്പോഴും ശാസ്ത്രമാണ് ഞങ്ങളുടെ അവലംബമെന്നും ശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ടാണ് തങ്ങൾ ജീവിക്കുന്നത് എന്നുമൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലെങ്കിലും ഇവിടെ ഒരു മണൽത്തിരയെങ്കിലും സ്വമേധയാ ഉണ്ടാകുന്നു എന്ന് തെളിയിക്കുവാൻ സാധിക്കാത്ത കാലത്തോളം അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസങ്ങൾ, അഥവാ ഈ മഹാപ്രപഞ്ചമടക്കം സ്വമേധയാ ഉണ്ടായതാകുന്നു എന്ന വിശ്വാസം, ആ വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. അഥവാ യുക്തിവാദികളും നിരീശ്വരവാദികളും നാസ്തികരുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ. ഇതാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം. മാത്രമല്ല, ഇങ്ങനെയുള്ള വാദഗതികളിലൂടെ ദൈവത്തെ നിരാകരിക്കുകയും ദൈവവിശ്വാസത്തെ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മാനുഷിക മൂല്യങ്ങളെയും മാനുഷിക ബന്ധങ്ങളെയും മാനവിക മൂല്യങ്ങളെയും ആണ് അവർ നിരാകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങളെ തകർക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഉപോത്ബലകമായി, അഥവാ നന്മയും നീതിയും ധർമ്മവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കുമുള്ള വെളിച്ചവും വഴിയുമായി നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൽ അപാകതകളുണ്ടെന്നും പോരായ്മകളുണ്ടെന്നും അതുപോലെ അപര്യാപ്തതകളുണ്ട് എന്നും അങ്ങനെയുള്ള തുടങ്ങിയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളുണ്ടെന്നും മനുഷ്യർക്ക് വിരുദ്ധമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് എന്നുമൊക്കെ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് നടത്തിയിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. എന്താണത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി വദൂ ശുഹദാകും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ സഹായികളെയും എല്ലാ സൗകര്യങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. എന്നിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് തുല്യമായ ഒരു അധ്യായത്തെ, ഒരു അധ്യാപനത്തെ, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തെ, ഒരു മാനിഫെസ്റ്റോയെ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്ന ആ പ്രഖ്യാപനം, ആ വെല്ലുവിളി 1400 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു വെച്ചത് ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെയും സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല, അങ്ങനെ സാധിക്കില്ല എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ശരിയായ ആദർശത്തെ, അഥവാ ശരിയായ ജീവിത ദർശനത്തെ നിരാകരിക്കുമ്പോൾ അതിന് പകരമായി കൊള്ളാവുന്ന യോഗ്യതയുള്ള യാതൊരു തകരാറുകളുമില്ലാത്ത അങ്ങനെ ഒരു ഗ്രന്ഥം, ഒരു രേഖ, ഒരു ജീവിത ദർശനം, ഒരു മാനിഫെസ്റ്റോ എന്തുകൊണ്ടും സമർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള ഒരു ശ്രമം പോലും യഥാർത്ഥത്തിൽ ഈ കാലത്ത് പ്രത്യേകിച്ച് നടക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ഇതിലൂടെ ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള മനുഷ്യന് വഴിയും വെളിച്ചവുമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തെ നിരാകരിക്കുമ്പോൾ പകരമൊന്നും സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന അവരുടെ ദാർശനിക കാപ്പട്യത്തെ മറച്ചുവെക്കുവാൻ വേണ്ടിയാണ് കേൾക്കാൻ ഇമ്പമുള്ള ചില പദാവലികൾ കൊണ്ട് ഉള്ള ചർച്ചകൾ, ലിംഗസമത്വവും അതുപോലെ ലിബറലിസവും തുടങ്ങി അങ്ങനെയുള്ള കേൾക്കാൻ ഇമ്പമുള്ള പല വിഷയങ്ങളും ചർച്ചയാക്കുന്നത് തങ്ങളുടെ ആശയ പാപ്പരത്വവും ആശയ ദാരിദ്ര്യവും മറച്ചു പിടിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. മാത്രമല്ല, ഇങ്ങനെയുള്ള പലതും ഒരിക്കലും പ്രായോഗികമായി നിർവഹിക്കാൻ സാധിക്കാത്ത വിദണ്ഡവാദങ്ങളാണ് എന്ന് കൃത്യമായി തിരിച്ചറിയും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിലും കൃത്യമായി പ്രതിപാദിച്ചു. എന്നാൽ ഖുർആന്റെ ഈ വിഷയത്തിലുള്ള സമീപനം, നിങ്ങൾ ആകാശത്തെ, നിങ്ങൾ രാവിനെയും പകലിനെയും കുറിച്ച് പഠിക്കുക. രാവിനെയും പകലിനെയും ഒന്നാക്കി തീർക്കുവാൻ, അത് രണ്ടും തുല്യമാണെന്ന് സമർത്ഥിക്കുവാൻ, അതിൻ്റെ ദൗത്യങ്ങളും ധർമ്മങ്ങളുമെല്ലാം ഒരുപോലെയാണ്, ഒന്നാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെ സാധിക്കുന്നൊരു കാലത്ത് മാത്രമേ ആണും പെണ്ണുമൊക്കെ എല്ലാ അർത്ഥത്തിലും ഒന്നാണ്, സമമാണ് എന്ന് സമർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരു അധ്യായത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെ പറഞ്ഞു വെച്ചു. വല്ലൈലി ഇദാ യഗ്ഷ,
വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ. അതിലെല്ലാം ഉണ്ട്. രാവും പകലും വ്യത്യസ്തമായ ഭിന്നമായി നിൽക്കുന്ന രണ്ട് പ്രതിഭാസങ്ങൾ തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അവ രണ്ടിനും നിർവഹിക്കുവാനുള്ള ദൗത്യവും ധർമ്മവും വ്യത്യസ്തമാണ്. പക്ഷേ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി രണ്ടായി വേറിട്ട് മാറി നിൽക്കുന്നവയല്ല. അവ രണ്ടും തമ്മിലുള്ള പരസ്പര പൂരകങ്ങളാണ്, അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായി അവ രണ്ടും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ പുതിയ പ്രഭാതവും പുതിയ പ്രതീക്ഷവും പുതിയ ലോകവും ഒക്കെ നമുക്ക് സംജാതമാകുന്നത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്ന പോലെ തന്നെ ആണും പെണ്ണും പ്രകൃത്യാ തന്നെ, സൃഷ്ടിപ്പ് തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള, വ്യത്യാസങ്ങളുള്ള, ഭിന്നതകളുള്ള രണ്ട് സൃഷ്ടികളാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അവരുടെ ദൗത്യങ്ങളും ധർമ്മങ്ങളും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും വ്യത്യസ്തമാണ്, വൈവിധ്യങ്ങളാണ്. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും മാറി നിൽക്കേണ്ടവരല്ല, മറിച്ച് അവർ പരസ്പര പൂരകങ്ങളായി ജീവിക്കേണ്ടവരാണ്. അപ്പോഴാണ് പുതിയ തലമുറകളും പുതിയ സമൂഹവും ഇവിടെ ഉണ്ടായിത്തീരുന്നത് എന്ന ആശയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാദഗതികൾ പ്രായോഗികമാണെന്ന് തെളിയിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ പറഞ്ഞ പോലെ തന്നെ രാവും പകലും ഒന്നാണെന്നും അവയുടെ ദൗത്യവും ധർമ്മവും ഒരുപോലെ തന്നെയാണ് എന്നും സമർത്ഥിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം എന്നാണ് ഖുർആൻ ഇതിലൂടെ നമ്മുടെ വെക്കുന്നത്. ഇങ്ങനെ മാനവ സമൂഹത്തിൽ ഏതേത് ചോദ്യങ്ങൾക്കും കൃത്യമായ, വ്യക്തമായ, യുക്തമായ മറുപടി നൽകിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ വെളിച്ചവും അതുപോലെ വടിയുമായി നിലനിൽക്കുന്ന ഈ വേദഗ്രന്ഥം അതിനെ തിരിച്ചറിയണം. ഖുർആൻ പറഞ്ഞു, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ. ഇതാണ് വേദഗ്രന്ഥം. ഈ വേദഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആശയ വൈപുല്യമാണ്, അതിൻ്റെ വിഷയ വൈവിധ്യങ്ങളാണ്. ആ വിഷയ വൈവിധ്യങ്ങളിലൂടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങളിലൂടെ അതിൻ്റെ വൈവിധ്യം തെളിയിച്ച് അങ്ങനെ സമഗ്രമായി, സമ്പൂർണ്ണമായി, വള്ളി വ്യത്യാസമില്ലാതെ അനന്തമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന, ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് ബോധ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ യഥാർത്ഥ വഴിയും വെളിച്ചവും നിർണയിക്കേണ്ടത്. ആ തലത്തിലേക്ക് നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ ചില അപവാദങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ വിഷയമായി പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ഇസ്ലാമിലെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന അനന്തരാവകാശ നിയമങ്ങളിലെ ചില അപാകതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില വിഷയങ്ങളാണ്. അങ്ങനെ അപാകതകൾ കണ്ടെത്താൻ സ്വയം ശ്രമിക്കുന്ന ആളുകൾ, അവർ സ്വയം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അവരുടെ ആശങ്കകളെ ദൂരീകരിക്കാൻ വേണ്ടി കാണുന്ന പുതിയ മാർഗങ്ങളാണ് SMA വിവാഹങ്ങളടക്കമുള്ള എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ആ വഴിക്കാണ്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു മണ്ടത്തരം ദുനിയാവിൽ മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. കാരണം നേരത്തെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ആ കുഞ്ഞുങ്ങൾ വളർന്നു വരികയും ചെയ്ത ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് പിൽക്കാലത്ത് തങ്ങളുടെ മരണശേഷം സമ്പത്ത് ലഭിക്കുവാൻ വേണ്ടി ഈ രണ്ടാളുകൾ കൂടി വീണ്ടും ഒരിക്കൽ കൂടി ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചാൽ ഇത് ലഭ്യമാകുമോ ഇല്ലയോ എന്ന കാര്യം പോലും ആലോചിക്കാനുള്ള ബുദ്ധിയും വികാസവും ഇല്ലാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവരെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഇവിടെ അവസാനമായി പറയാനുള്ളത്, ഏതെങ്കിലും ദർശനങ്ങളുടെ പിൻബലമുള്ളവരും ദാർശനിക കാപ്പട്യം മുഖമുദ്രയായി നിലകൊള്ളുന്ന യുക്തിവാദ, നിരീശ്വരവാദ, നിർമ്മത നാസ്തികവാദികളും അവരോട് ഒരേ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നിഷ്പക്ഷമായി ആത്മാർത്ഥമായി ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ, ഈ വേദ വെളിച്ചത്തെ പഠന വിധേയമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ്. വബില്ലാഹി തൗഫീഖ്. തീർച്ചയായും ഈ ദൗത്യം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കേരളീയ സമൂഹത്തിൽ ഭംഗിയായി, കൃത്യമായി, വ്യക്തമായി, യുക്തമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഷബാബിനും അതിൻ്റെ പിന്നണിയിലുള്ള അതിൻ്റെ പോരാളികൾക്കും അതിൻ്റെ സഹകാരികൾക്കും അതിനെ സഹായിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ചൊന്നായി ഒരുപോലെ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.